ഹലോ! വൈകുന്നേരം ഞങ്ങളെല്ലാരും കൂടെ ഒരുങ്ങിക്കെട്ടി ഒരാളിൻ്റെ വളരെ കാലത്തെ ഒരാഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മുമ്പേ തന്നെ അവരെല്ലാവരും റോഡിലോട്ട് ദേ ചാടി ഓടി പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ പോകുന്നത് ഓട്ടോയ്ക്കകത്താണ്. ചേട്ടൻ്റെ മാമൻ്റെ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഓട്ടോയ്ക്കകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടനാണ് ഇന്ന് ഓട്ടോ ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് താമസിച്ചായിരുന്നു. വൈകുന്നേരമായി. പവി ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇത് എങ്ങോട്ട് പോകുന്നതെന്ന് പവിക്ക് അറിയില്ല കേട്ടോ. അവൻ ട്യൂഷൻ കഴിഞ്ഞ് നേരെ വന്നതാണ്. അപ്പോൾ ഈ ഓട്ടോയിൽ കയറി പോയപ്പോഴത്തേക്ക് ചേട്ടൻ്റെ പണ്ടത്തെ ഓർമ്മകളൊക്കെ ഞങ്ങളുടെ അടുത്ത് പറയുവാണ് കേട്ടോ. പണ്ട് ചേട്ടൻ ഇങ്ങനെ ഓട്ടോ ഓടിച്ചാണ് ആദ്യം വണ്ടി ഓടിച്ച് പഠിച്ചതെന്നും വണ്ടി തുടയ്ക്കാൻ പോയ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. വണ്ടിക്കകത്ത് കയറി ഇതുപോലെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഭയങ്കര സ്വരൂപമാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ് കഥയും പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. കിളിമാനൂരുള്ള S3 സൈക്കിൾസിലാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മുടെ പൊന്നൂസിന് വേണ്ടിയിട്ടൊരു സൈക്കിൾ വാങ്ങാൻ വന്നതാണ്. പുള്ളിക്കാരന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു സൈക്കിൾ വാങ്ങണമെന്നുള്ളത്. 14-ാം തീയതി ആശാൻ്റെ ബർത്ത്ഡേ ആണ്. സൈക്കിൾ ഷോപ്പിൽ വന്നു കഴിഞ്ഞ് ഈ സൈക്കിളെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് ഇവർക്കില്ല ആന കരിമ്പക്കാട്ടി കയറിയെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, അതുപോലുള്ളൊരു അനുഭവമായിരുന്നു കേട്ടോ. അച്ഛനും മക്കളും കൂടെ ചേർന്നിട്ട് അവിടെയുള്ള സൈക്കിളുകളെല്ലാം എടുത്ത് ചവിട്ടി നോക്കുമായിരുന്നു പണി. അവിടെ സൈക്കിൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് ടോയ്സുകളും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ പറയേണ്ട കാര്യമല്ലല്ലോ, അവർക്ക് എന്തൊക്കെ എടുക്കണമെന്ന് അറിയാൻ വയ്യാതെ ആകെ കൺഫ്യൂഷനായിരുന്നു കേട്ടോ. എന്തായാലും നമ്മളൊരു സൈക്കിൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൊന്നൂസിൻ്റെ മുഖത്ത് സന്തോഷം കണ്ടോ. സെലക്ട് ചെയ്ത് നമ്മൾ ബില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു കേട്ടോ. അവിടെ പാവകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബില്ലൊക്കെ തയ്യാറാക്കി നേരത്തെ ഇതേ പവി പോയി ഇത് കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ അതിനകത്ത് കയറി കുറച്ച് നേരം കളിക്കൊക്കെ വരുന്നു കേട്ടോ. ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ പവി അങ്ങ് സൈഡാക്കി. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ച സൈക്കിള്. പിന്നെ നമ്മൾ അവിടെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഓട്ടോയിൽ കയറി തിരിച്ച് വരുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഓട്ടോയുടെ പുറകിലാണ് ഇരുന്നത്. പവി മുൻവശത്തായി പോയി കേട്ടോ. എന്നിട്ട് സൈക്കിൾ വാങ്ങിയ സന്തോഷത്തിൽ പിന്നെ ഒരു മന്തി വാങ്ങി തരാമെന്ന് പറഞ്ഞു കേട്ടോ ചേട്ടൻ. അപ്പോൾ മന്തി വാങ്ങിക്കാനായിട്ട് മന്തി ഷോപ്പിൻ്റെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓട്ടോയ്ക്കകത്ത് ലോക്കായി പോയി കേട്ടോ. സൈക്കിൾ ഇരിക്കുന്ന കാരണം പുറത്തിറങ്ങാൻ പറ്റിയില്ല. പിന്നെ അവിടെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നുകൊണ്ട് പവി പോയി ഒരു ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു അതിന് അകത്ത് വെച്ച് കേട്ടോ. അപ്പോൾ പവിക്ക് ഇങ്ങനെ എവിടെയെങ്കിലും പോയാൽ ജ്യൂസൊക്കെ കുടിക്കണം. പിന്നെ ഞങ്ങൾ മന്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ വീടിനടുത്ത് എത്തിയിട്ടുണ്ട്, റോഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റോഡിൽ വന്ന് ചേട്ടൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ സൈക്കിൾ കാണിച്ചു. എന്നിട്ട് ഞങ്ങളോട് വീട്ടിൽ പോകാൻ പറഞ്ഞു കേട്ടോ. ചേട്ടനും ഇനി കൂട്ടുകാർക്കൊക്കെ ചേർന്ന് ഇതൊന്ന് ചവിട്ടി നോക്കണ്ടേ. ആദ്യം ചേട്ടൻ തന്നെ ഉദ്ഘാടനം ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ സൈക്കിളൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളതേ വീട്ടിലേക്ക് പോവുകയാണ്. വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുവാണ്. ഓക്കെ, ബൈ.